പാലക്കാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകർ പോകുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നുണ്ട്. അതും ആ ദൃശ്യങ്ങളിൽ കാണാം. ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം, ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. കളക്ടറേറ്റിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് സമരം തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോഴും പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടാകുന്നുണ്ട്, സംഘർഷമുണ്ടാകുന്നുണ്ട്, ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി മാഫിയ സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. ഒപ്പം തന്നെ ആശാവർക്കർമാർ അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി സമരം നടത്തുന്നു. ഈ സമരത്തോട് അനുഭാവപൂർണമായ സമീപനം സർക്കാരിനുണ്ടാകുന്നില്ല. അവരുടെ ആവശ്യങ്ങളിൽ കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഈ കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നത്. പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊടികളുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്നു. കളക്ട്രേറ്റിന് മുന്നിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ട്രേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനായി പോലീസുമായി പലതവണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തർക്കിക്കുന്നതും ഉന്തും തള്ളും ഉണ്ടാകുന്നതും അത് ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് പോകുമോ എന്ന ഒരു സംശയം ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അതിൽ പരിഹാരം വേണം, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണ്ണമായ നടപടികൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചാണ്. ഒന്നും തള്ളിലും പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ താഴെ വീണ് കിടക്കുന്ന ദൃശ്യങ്ങളും കാണാം. കളക്ടറേറ്റിന് മുന്നിൽ ബാരിക്കേഡുകൾ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവേശനം പോലീസ് തടഞ്ഞിട്ടുണ്ട്. പോലീസുമായി തുടർച്ചയായി തർക്കിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഉന്തും തള്ളും എന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. സമീർ, ഈ ആശാവർക്കർമാരുടെ സമരം, സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം, അതിനൊക്കെ ഒരു പരിഹാരം വേണമെന്ന ആവശ്യത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ച്, ആ മാർച്ചിൽ പോലീസുമായി തർക്കമുണ്ടാകുന്നു, ഒന്നും തള്ളും ഉണ്ടാകുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ക്രിസ്റ്റീന, നിലവിൽ ഈ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനിടയിൽ പോലീസുമായി പ്രവർത്തകർ മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്നു. അറസ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ മറ്റു പ്രവർത്തകർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതാനും ചില പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസിന്റെ ബസ്സിലോട്ട് നീക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശേഷിക്കുന്ന പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് പാലക്കാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയത്. ത്തിൽ ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയാണ്. കുത്തൊഴിഞ്ഞ പോലീസ് സംവിധാനങ്ങൾക്കെതിരെ നടപടി വേണം. അതോടൊപ്പം തന്നെ കൂലിക്കായി തെരുവിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് നീതി നടപ്പാക്കണം. ഒപ്പം തന്നെ കോടികളുടെ അഴിമതി ഉൾപ്പെടെയുള്ളവ ഈ മന്ത്രി കൃഷ്ണൻകുട്ടി നടത്തി എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി നിലവിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ DCC ഓഫീസിൽ നിന്ന് പ്രതിഷേധ മുദ്രാവാക്യവുമായി ഈ കളക്ടറേറ്റിലെത്തിയ പ്രവർത്തകരെ ഇവിടെ ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് പോലീസ് തടയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ നിലവിൽ മുദ്രാവാക്യവുമായി ഈ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അതിന് പിന്നാലെ പോലീസ് ഇവരെ ഭാഗത്തു നിന്ന് നീക്കുകയായിരുന്നു. അതിന് പിന്നാലെ കളക്ടറേറ്റിന്റെ മുൻഭാഗത്തെ റോഡിലേക്ക് പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തി. ഇതിന് പിന്നാലെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്.